എന്താ മോളെ ഇത്? കുഞ്ഞിന്റെ ഫീസ് അടക്കുന്ന കാര്യം തന്നെയല്ലേ, അല്ലാതെ വലിയ ആനക്കാര്യമൊന്നും അല്ലല്ലോ. അതങ്ങ് ഞങ്ങൾ അടച്ചോളാം. വേണ്ട വേണ്ട, അവനെ കൊണ്ട് 5 പൈസ എടുപ്പിക്കണ്ട. അവന് വേറെ എന്തെല്ലാം കാര്യങ്ങൾ കിടക്കണേ. ഇത് ഞാൻ അവനെ കൊണ്ട് പറഞ്ഞ് അടുപ്പിച്ചോളാം. നിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അവിടെ തന്നെ വെച്ചോ, അത് മുഴുവൻ ചെലവാക്കണമെന്നില്ലല്ലോ. ഞാൻ അവനെ കൊണ്ട് പറഞ്ഞ് അടുപ്പിച്ചോളാം. ഞങ്ങൾ പൈസ ഇല്ലാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ കടമയല്ലേ. എന്നാ ശരി മോളെ, ഞാൻ ഇപ്പൊ തന്നെ അവനെ കൊണ്ട് പറയട്ടെ. എന്നാ ശരി, എന്നാ ശരി ശരി. നീ ഇറങ്ങാനായോ? ഇല്ല, ഞാൻ കുറച്ചുണ്ടോ വന്നുള്ളൂ. എന്തമ്മേ? പിന്നെ നീ ഇത് മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആണോ? എന്തുണ്ട് വിശേഷം അവിടെ? നമ്മൾ ഋതുക്കൂട്ടനെ വലിയ സ്കൂളിലല്ലേ ചേർത്തിരിക്കുന്നത്. 1.5 ലക്ഷം രൂപ ഫീസ് വേണം. പറഞ്ഞിട്ട് എന്ത് കാര്യം, 1ാം ക്ലാസ്സിലാണ്. പിന്നെ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് അവള് കെട്ടി, ഇപ്പൊ 2ാമത് വന്നു എന്ന് പറഞ്ഞിട്ട് വിളിച്ചിരിക്കുന്നു. 50,000 രൂപ കെട്ടണം. ഇത്രയും വലിയ ഫീസുള്ള സ്കൂളിലേക്ക് എന്തിനാ വിടുന്നത്? വേറെ സ്കൂളിലല്ലോ അവിടെ, വലിയ ക്ലാസ് ഒന്നുമല്ലല്ലോ. 1ാം ക്ലാസ്സിലല്ലേ കുഞ്ഞു പഠിക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ മോനെ. വലിയ വലിയ സ്കൂളിൽ ചേർത്ത് മക്കളെ പഠിപ്പിക്കുക ഏത് അച്ഛനമ്മർക്ക് ആഗ്രഹമില്ലാതിരിക്കുക. പിന്നെ അളിയന് നല്ല ശമ്പളം ഉണ്ടല്ലോ, അതുകൊണ്ട് അവർക്ക് അതൊക്കെ പറ്റും. പിന്നെ ഓരോരുത്തർ അവരവരുടെ കഴിവിനനുസരിച്ച് വിടട്ടെ. അല്ലപ്പോ നമ്മൾ എന്ത് പറയാനാ? ആഹാ, അത് അവരടക്കട്ടെ, അങ്ങനെ വിടാൻ പറ്റില്ല. അത് വേറെ ആരുടെയും കുട്ടിയാണോ? ഇത് സ്വന്തം പെങ്ങളുടെ കുട്ടിയല്ലേ. നമ്മുടെ വീട്ടിലല്ലടാ അത് ജനിച്ചത്. പോരാത്തന്നെ മോന്റെ കൈപ്പിടിച്ചല്ലേ നടക്കാൻ പഠിച്ചത്. അതൊക്കെ നീ മറന്നോ? നമ്മുടെ കടമ അവനെ പഠിപ്പിക്കേണ്ടത്. തൽക്കാലം നീ ഒരു കാര്യം ചെയ്യ്, ഈ 50,000 രൂപ അവിടെ കൊണ്ട് കേട്ട്. അമ്മ എന്താ ഈ പറയുന്നത്? ഇത്രയും പൈസക്ക് ഫീസ് അടയ്ക്കാൻ കൊടുക്കണം പറഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ? നിന്റെ അടുത്ത് കുടുംബത്തിലെ എല്ലാ കുട്ടികളുടെ കാര്യം നോക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഒരു കുട്ടിയുടെ കാര്യം നോക്കാൻ പറഞ്ഞിട്ടുള്ളൂ. നീ അത് ഇത്രയും വലിയ കണക്ക് പറയാ? അത്രയും വലിയ പൈസ ഒന്നും അല്ലല്ലേ മോനെ. 50,000 രൂപ തന്നെയല്ലേ. തൽക്കാലം മോന്റെ കയ്യിലില്ലെങ്കിൽ ആരോടെങ്കിലും മേടിച്ചങ്ങ് ഫീസ് അടക്കി. ഞാനിപ്പോ എന്തായാലും പറഞ്ഞു പോയില്ലേ, ഇനി എനിക്ക് മാറ്റി പറയാനൊന്നും പറ്റില്ല. അവളവിടെ കാത്തിരിക്കും. നീ എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. അമ്മ പറയുന്നതിൽ കാര്യമുണ്ട്. എന്റെ മടിയിൽ കളിച്ചു വരുന്ന കുട്ടിയല്ലേ. അവന്റെ പഠിത്തത്തിന്റെ കാര്യമല്ലേ, അതെങ്കിലും ഞാൻ ചെയ്യണ്ടേ? എന്ത് ചെയ്യാനാമ്മേ, ഏട്ടൻ സമ്മതിക്കണ്ടേ? ആദ്യത്തെ 1 മാസം ഹോസ്പിറ്റലും വീടും അങ്ങനെ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ആഴ്ച എക്സ്ട്രാ ലീവ് എടുക്കണ്ടോ അമ്മനെ നോക്കാനായിട്ട്. ഇതെല്ലാം കഴിഞ്ഞാൽ ഓഫീസ് പോകുമ്പോഴത്തേക്കും അവര് വേറെ ആളെ അപ്പോയിന്റ് ചെയ്തു. അങ്ങനെ എന്റെ ജോലിയും പോയി. എന്ത് പണിയാ മോളെ നീ കാണിച്ചത്? ഈ അമ്മയ്ക്ക് സുഖമില്ലെങ്കിൽ വേറെ 2 മക്കളില്ലേ, അവർക്കും നോക്കിക്കൂടായിരുന്നോ? നീ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, സംഭവിക്കാനുള്ള സംഭവിച്ചു. പക്ഷെ എനിക്കൊരു ജോലി ഇല്ലാണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാ. എന്റെ സാലറി കൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങളും പിന്നെ കുട്ടിന്റെ ഫീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഏട്ടന്റെ സാലറി ഞങ്ങൾ തൊടാറേ ഇല്ല, അത് അതുപോലെ അങ്ങോട്ട് സേവ് ചെയ്യും. ഇനിയിപ്പൊ എന്റെ സാലറി വരാണ്ടിരുന്നാല് എല്ലാം അതും തന്നെ എടുക്കേണ്ടി വരില്ലേ? അത് ആലോചിച്ചിട്ടാണ് ഇപ്പൊ. ഇങ്ങനെ ഒരു കഷ്ടകാലം പിടിച്ച വീട്ടിലേക്കാണല്ലോ എന്റെ കുട്ടിനെ കല്യാണം കഴിച്ചു കൊടുത്തത്. അപ്പൊ തലനെ നോക്കി ഇരിക്കേണ്ട ഗതികേട് വന്നില്ലേ? എത്ര പഠിച്ചിട്ട് കിട്ടിയ ജോലിയാ. എന്നാൽ അവനെങ്കിലും ഒരു വിവരവും ഇല്ലേ? ഇപ്പൊ എന്റെ കുട്ടിനെ ജോലി പോയപ്പോ സമാധാനമായില്ലേ? എന്നാൽ എന്ത് മണ്ടത്തരോ നീ കാണിച്ചത് മോളെ. ഞാൻ കേട്ടോ. ആ ശരി, നിക്ക്, അവനോടും ചോദിച്ചു നോക്കാം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നീ ഇന്ന് പോകുന്നില്ലോ അല്ലേ? എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ മോനെ, പ്രശ്നമുണ്ട്. അത് പറയാൻ അവൾ വന്നിരിക്കുന്നു. അവളുടെ ജോലി പോയിന്ന്. എന്ത് ജോലി പോയിന്നോ? അതെങ്ങനെ? അമ്മയ്ക്ക് വയ്യാത്ത സമയത്ത് 1.5 മാസം ലീവ് എടുത്തിരുന്നില്ലേ, ആ സമയത്ത് അവര് വേറെ ആളെ അപ്പോയിന്റ് ചെയ്തു. അയ്യോ, വല്ലാത്ത കഷ്ടമായി പോയല്ലോ. ഇനിയിപ്പോ നിനക്ക് വേറെ ജോലി നോക്കണ്ടേ? അതല്ലേ പറയുന്നു. അന്ന് തന്നെ എത്രയോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എത്ര എന്റെ മോള് കഷ്ടപ്പെട്ട് ആ ജോലി കിട്ടിയത്. ഇനിയിപ്പോ അതുപോലെ ഒരു ജോലി കിട്ടണമെങ്കിൽ പെട്ടെന്നാകുന്ന കാര്യമാണോ? ഇല്ലമ്മേ, അവളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കട്ടെ. എന്തായാലും കിട്ടാണ്ടിരിക്കില്ലല്ലോ. ചിലപ്പോ 2-3 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ പറയാനൊക്കെ ഭയങ്കര എളുപ്പമാ. ഇതെന്താ ആരെങ്കിലും ജോലി എടുത്തു വെച്ചിട്ടുണ്ടോ? പോയി ചോദിക്കുമ്പോഴേക്കും എടുത്തു തരേ. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന അത് ചെയ്യാൻ നോക്ക്. അതിനിപ്പോ ഞാനും ചെയ്യാനും ഇതില്. നിന്റെ പരിചയത്തിലൊക്കെ ഒരുപാട് ആൾക്കാരില്ലേ, അവരോടൊപ്പം സംസാരിച്ച് അവൾക്കൊരു ജോലി ശരിയാക്കി കൊടുക്ക്. എന്റെ പരിചയത്തില് ആൾക്കാരുണ്ട്, പക്ഷെ അന്ന് വിളിച്ചു നോക്കട്ടെ വല്ല വേക്കൻസി ഉണ്ടോന്ന്. നീ ഫോൺ ചെയ്തിട്ടൊന്നും കാര്യമില്ല മോനെ. അവര് പറഞ്ഞിട്ട് ഫോണോട് വെച്ചിങ്ങാണ്ട് പോകും. നേരിട്ട് മോൻ ചെല്ല്. എന്നിട്ട് കാണേണ്ടവരെ കണ്ടിട്ട് എങ്ങനെയെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കണം മോനെ.
ഏട്ടാ എന്തേലും ഒന്ന് ചെയ്താ ഏട്ടാ, എനിക്ക് ജോലി ഇല്ലാണ്ട് തീരെ പറ്റില്ല. എടി എല്ലാത്തിനും സാവകാശമൊക്കെ ഇല്ലേ, ഇപ്പൊ തന്നെ ജോലി വേണമെന്ന് പറഞ്ഞാൽ നടക്കോ? ഞാനിപ്പോ തൽക്കാലം ഓഫീസിൽ പോട്ടെ, എന്നിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം നിന്നോട്. നീ നിന്റെ കാര്യത്തിലിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതിന് എങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക? നീ വിഷമിക്കണ്ട കേട്ടോ, ഞാൻ ചെന്ന് നോക്കാം. നീ അങ്ങനെ നോക്കാന്നവന്റെ സാധാ മട്ടിലങ്ങ് പോയാൽ ശരിയാവില്ല. ഒരു പെൺകുട്ടിയുടെ കാര്യമല്ല അത്. അവൾ അത്രയും വിഷമിച്ചിട്ടല്ലേ വന്നിരിക്കുന്നത്. എടാ, നീ ഇട്ടും കണ്ട് ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ അവള് വന്നതിന് എന്ത് അർത്ഥമുള്ളത്? നിന്നെ ഒറ്റ വിശ്വസിച്ചല്ലേ അവള് വന്നത്. നീ ഇറങ്ങണം, എന്നാലേ കാര്യങ്ങൾ നടക്കൂ. അമ്മ ഇത് പറയുന്നത് എളുപ്പമൊന്നുമല്ല. നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേനും ജോലി ഉണ്ടാവും വിചാരിച്ചിട്ടാ? ഉണ്ടാവില്ല. ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് അന്വേഷിക്കണം. പോകണ്ട അങ്ങനെ കാര്യങ്ങൾ നടക്കുക. നീ ഒന്ന് ലീവ് എടുക്ക്. അമ്മ എനിക്ക് അങ്ങനെ ലീവ് എടുത്തിട്ട് പോകാൻ പറ്റൊന്നുമില്ല. ഇതിപ്പോ ഇവളെ കാര്യം നോക്ക്, അവള് ലീവ് എടുത്തിട്ട് അവള് ജോലി പോയില്ലേ, അതുപോലെ തന്നെയല്ലേ എനിക്കും. ഇതിപ്പോ പ്രൈവറ്റ് ജോലിയല്ലേ, അല്ലാണ്ട് ഗവൺമെന്റ് ജോലി ഒന്നല്ലല്ലോ. ഞാനിപ്പോ ലീവ് എടുക്കുന്നെങ്കിൽ എന്റെ ജോലിയും കൂടെ അങ്ങോട്ട് പോകും. ഓ, അങ്ങനെ പോകണെങ്കിൽ പോട്ടെ. നിന്റെ ജോലി പോയിട്ട് നിനക്ക് 100 സ്ഥലത്ത് അന്വേഷിക്കാം. നിന്നെ പോലെയാണ് അവള്. അത് പെൺകുട്ടിയല്ലേ, അവളിങ്ങനെ അലയാൻ പറ്റുമോ? നീ ഇങ്ങനെ അവിടെയും ഇവിടെയും പല ഭാഗത്തെ കളഞ്ഞിട്ടല്ലേ എനിക്ക് ജോലി കിട്ടിയത്. അത് നിനക്ക് ശീലമാണ്. എന്റെ മോൾക്ക് ആ ശീലമില്ല. നിനക്ക് പറ്റുകയാണെങ്കിൽ നല്ല മനസ്സ് കാണിച്ച് ജോലി ഒന്ന് ശരിയാക്കി കൊടുക്കാൻ നോക്ക്. അത് അവളുടെ ജീവിതമാണ്. ഇന്ന് എനിക്ക് എന്തായാലും ലീവ് എടുക്കാൻ പറ്റില്ല. പറയാണ്ട് ലീവ് എടുത്തിട്ടുണ്ടെങ്കിലേ അത് വേറെ പ്രശ്നമാവും. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ടെൻഷൻ അടിക്കണ്ട. നിന്റെ ജോലിന്റെ കാര്യമല്ലേ, അത് ഞാൻ എങ്ങനെ ശരിയാക്കാം. നീ വിഷമിക്കണ്ട, അവ ശരിയാക്കി തരും. സൂരജ് വിളിച്ചിട്ടുണ്ടായിരുന്നു മോനെ. അവൻ കൊറേയായി പറയുന്നു ഒരു കാറ് വാങ്ങണമെന്ന്. അത് നല്ല കാര്യമല്ലേ, അവൻ കൊറേ ആയാലും ബൈക്കിന് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോ ഒരു കാറൊക്കെ വാങ്ങട്ടെ. അങ്ങനെ തന്നെ മോനെ. ഇനിയിപ്പോ 5-6 മാസം കഴിഞ്ഞ കല്യാണം ആയില്ലേ. പിന്നെ പെൺകുട്ടിനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബൈക്കിൽ പോകണ്ടേ. കാറാകുമ്പോ ഒരു സൗകര്യമായി. ഞാനും അവനെ കൊണ്ടത് പറഞ്ഞതാ. കല്യാണം കഴിഞ്ഞ പിന്നെ അവൻ എന്തായാലും ആവശ്യമല്ലേ, അവനിപ്പോ തന്നെ എടുക്കട്ടെ. അതന്നെയാണ്. പിന്നെന്താ, കാർ ഇറക്കണതിന്റെ മുൻപ് 1.5 ലക്ഷം പേയ്മെന്റ് എന്തൊക്കെ കെട്ടണത്രേ. അവന്റെ കയ്യിൽ അതിനുള്ള പൈസ മുഴുവനും ഇല്ല. രാവിലെ അവൻ ജോലിക്ക് പോകുന്ന മുന്നേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞത് എന്താണെന്ന് അറിയോ? ഏട്ടനോട് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ ചോദിക്കമ്മേ. എന്നിട്ട് ആ വിവരം അവനെ വിളിച്ച് പറയാനാ പറഞ്ഞിരിക്കണത്. ഞാനിപ്പോ എന്ത് ചെയ്യാനമ്മേ? അവനിപ്പോ പ്രാരാബ്ദങ്ങളൊന്നുമില്ലല്ലോ, ജോലിയുണ്ട്, സാലറി ഉണ്ട്. 1.5 ലക്ഷം കൊടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഒരു 1 ലക്ഷത്തിനൊക്കെ കിട്ടും. അതവന് കൊടുക്കാവുന്നേ ഉള്ളൂ. ആര് പറഞ്ഞു പ്രാരാബ്ദം ഇല്ല എന്നുള്ളത്? കുറച്ച് കഴിഞ്ഞ് കല്യാണം കഴിയാൻ പോകുമല്ലേ, പിന്നെ അത് കഴിഞ്ഞ് വരില്ലേ പ്രാരാബ്ദം? എന്തായാലും അവനെ സംബന്ധിച്ചോളം ചെറിയ പൈസയല്ലേ, അവന് കൊടുക്കാവുന്നല്ലേ ഉള്ളൂ. അവന്റെ കയ്യിൽ ഒരു പൈസ ഇല്ലാതെ നിന്നോട് സഹായം ചോദിച്ചൊന്നുമല്ല. ആവശ്യത്തിന് പൈസക്ക് അവന്റെ കയ്യിലുണ്ട്. ഇപ്പൊ ഉള്ളത് മുഴുവൻ ഈ കാറിന് ഇറക്കിയ പിന്നെ കല്യാണത്തിന് എന്ത് ചെയ്യും? അമ്മ എന്തമ്മ പറയുന്നത്? അമ്മ ഇങ്ങനെ ചോദിക്കും ഞാൻ എവിടുന്ന് എടുത്തതാണ് പൈസ? കുറച്ച് ദിവസം മുമ്പല്ലേ നീതുവിന്റെ കുട്ടീന്റെ ഫീസ് അടയ്ക്കാന്ന് പറഞ്ഞാൽ അത് അടച്ചത്. ആ പൈസ ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതിന്റെ ഇടയ്ക്ക് കാറിന്റെ പൈസയും കൂടെ കൊടുക്കാൻ പറഞ്ഞ പിന്നെ ഞാൻ എവിടുന്ന് എടുത്തു കൊടുക്കാനാ? നിന്റെ കയ്യിൽ ഇപ്പൊ ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എന്തായാലും കുറച്ച് കഴിഞ്ഞ് അവന്റെ കല്യാണം വരാൻ പോകല്ലേ. ഒരു ഏട്ടൻ എന്ന നിലയിൽ നീയല്ലേ എല്ലാവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കേണ്ടത്. അപ്പൊ ഇറക്കാനുള്ള പൈസ നീ അവന് ഇപ്പൊ കൊടുക്ക്. നീ ഇപ്പൊ അവന് കാറ് വാങ്ങാൻ സഹായിച്ച അത് അവന് വലിയൊരു ഉപകാരമായി. ഒരാൾക്ക് ഒരു സഹായം ചെയ്യുമ്പോൾ അത് ആവശ്യമുള്ളതല്ല ചെയ്യേണ്ടത്. വെറുതെ ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യം? അധികമൊന്നും വേണ്ട മോനെ. നീ തൽക്കാലം ഒരു 1.5 ലക്ഷം രൂപ കൊടുക്ക്. ബാക്കി അവനങ്ങൾ മാസം മാസം അടച്ചു തീർത്തോളും. നീ ഇങ്ങനെ നോക്കുവൊന്നും വേണ്ട. നാളെ നീ വല്ല വീടെടുക്കുക എന്തെങ്കിലും ചെയ്യാണെങ്കിൽ അവനും സഹായിക്കും. അങ്ങനെയല്ലേ കൂടപ്പറപ്പുകൾ എന്ന് പറഞ്ഞാ? ഞാനെന്തിനാ വേറെ വീടെടുത്ത് മാറാൻ നിൽക്കുന്നത്? ഇത് ഞാൻ കിട്ടിയ വീടല്ലേ. വീട് നീ അടച്ചതൊക്കെ തന്നെയാണ്. എന്ന് പറഞ്ഞിട്ട് വീട് നിന്റെ പേർക്കാണ്, സ്ഥലവും നിന്റെ പേർക്കല്ല. ഇനിയിപ്പോ അവന് നാളെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ താമസിക്കുന്നോ അതോ പുറത്തുപോയി താമസിക്കണോ ആർക്കറിയാം. നീ ഇപ്പൊ തൽക്കാലം ആ കാര്യം വിട്. നീ കാറിന്റെ കാര്യം പറയും. അമ്മ തൽക്കാലം അവനെ വിളിച്ചൊന്നും പറയാൻ നിൽക്കണ്ട. ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാൻ അമ്മേനോട് പറയാം. ഇനിയിപ്പോ ആലോചിക്കാൻ ഒന്നുമില്ല. ഞാനവൻ വൈകുന്നേരം വിളിക്കുമ്പോ പറയാ ഏട്ടൻ എന്തെങ്കിലും ചെയ്യുന്നുള്ളത്. എന്റെ കുട്ടി എറണാകുളത്ത് പറഞ്ഞ ഒത്തിരി കഷ്ടപ്പെടുക. എനിക്കവന്റെ മനസ്സ് വേദനിപ്പിക്കാൻ പറ്റില്ല.
പിന്നെ നിന്റെ നെക്ലേസും വളയും ഞാനൊന്ന് പണയം വെച്ചോട്ടെ. എന്റെയിലേ ഇനി അതും കൂടിയേ ബാക്കിയുള്ളൂ. ഓരോ സമയം വന്നിട്ട് അമ്മ അത് ചെയ്യാൻ പറഞ്ഞു, ഇത് ചെയ്യാൻ പറഞ്ഞു, അവർക്ക് കൊടുക്കാൻ പറഞ്ഞു, ഇവർക്ക് കൊടുക്കാൻ പറഞ്ഞു പറഞ്ഞിട്ട് ഉള്ളത് മുഴുവൻ അങ്ങോട്ട് വാങ്ങിയിട്ട് പോയില്ലേ. എപ്പോഴെപ്പോഴും ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തോണ്ട് മാത്രം ഇരുന്നാൽ മതിയോ? നമ്മുടെ കാര്യം നോക്കണ്ടേ, നമുക്കും ജീവിക്കണ്ടേ? അല്ല, അമ്മ പറഞ്ഞാലും കാര്യമൊക്കെ ഉണ്ട്. അവന്റെ കല്യാണത്തിന് പിന്നെയാണെങ്കിലും നമ്മളെന്തെങ്കിലും കാര്യം തന്നെ ചെയ്യണ്ടേ? അതിപ്പോ കുറച്ച് നേരത്തെ കൊടുക്കാം. അതുകൊണ്ട് അവന് വല്ല ഉപകാരം ഉണ്ടാവണമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അതൊക്കെ വേണ്ട തന്നെയാണ്. കൂടപ്പിറപ്പുകളായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായിക്കണം. പക്ഷെ ഈ വീട്ടിൽ അങ്ങോട്ട് മാത്രം കൊടുക്കലല്ലേ ഉള്ളൂ, അല്ലാണ്ട് ഇതുവരെ നിങ്ങൾക്കൊരു സഹായം ഒരാളെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ലല്ലോ. അതിന് എനിക്ക് അതിന്റെ ആവശ്യം ഇതുവരെ വന്നിട്ടില്ലല്ലോ. പിന്നെ അവരൊക്കെ വളർന്ന് വലുതാകുമ്പോഴത്തേനും ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനേ. എന്ത് പറഞ്ഞാലും ഒരാൾ ഉപയോഗിക്കുന്നതിനെ ഒരു പരിധിയുണ്ട്. ഞാൻ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടങ്ങളൊന്നും വരാനില്ല. ഇനിയിപ്പോ ഭാവിയിൽ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെന്നല്ല എന്നെ സഹായിക്കാനുണ്ടാവുക. അതല്ലേ കുടുംബം എന്ന് പറയുന്നത്. നമുക്കും ആയില്ലേ കുടുംബവും കുട്ടികളും ഒക്കെ. അവരുടെ വിദ്യാഭ്യാസവും ബാക്കി എന്തോ കാര്യങ്ങളും നമുക്ക് നോക്കാനുണ്ട്. കല്യാണം കഴിഞ്ഞ അന്ന് പോലെ ഞാൻ കാണുക നിങ്ങൾക്കും കുടുംബവും കുട്ടികളും ആയി എന്നുള്ള കാര്യം ഇവിടെ എന്താ ആരും മനസ്സിലാക്കാത്തത്? ഇത് ചേച്ചിന്റെ കുട്ടിന്റെ ഫീസ് അടയ്ക്കണമെങ്കിൽ നിങ്ങൾ പോകണം. അനിയത്തിക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലീവ് എടുത്തിട്ട് അതിന്റെ പുറകെ ഓടി നടക്കണം. ബാക്കി എല്ലാം പോട്ടെ, സൂരജിന് ജോലിയും കൂലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, പ്രാരാബ്ദങ്ങളും ഇല്ല. അവന് കാറ് വാങ്ങണമെങ്കിൽ നിങ്ങൾ കൈ നിന്നെടുത്ത് കൊടുക്കേണ്ട ആവശ്യം എന്താണ്? നീ എന്തേ പറഞ്ഞു വരുന്നത്? ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി ഒന്നും ചേരുന്നത്? നീ പറയുന്ന പോലത്തെ ആൾക്കാരല്ല എന്റെ അനിയനും പെങ്ങന്മാരും. ഞങ്ങളുടെ അമ്മയെ ഞങ്ങളെ 4 പേര് സ്നേഹത്തിന്റെ വില എന്തെന്ന് അറിയിച്ചാ വളർത്തിയിരിക്കുന്നത്. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് കെട്ടിയ വീടാ അത്? എന്നിട്ട് നിങ്ങളുടെ അമ്മ എന്താ പറഞ്ഞത്? ഈ വീട് നിന്റെ പേരിലല്ല, ഈ വീടിരിക്കുന്ന സ്ഥലം നിന്റെ പേരിലല്ല. സൂരജിന്റെ കല്യാണം കഴിഞ്ഞെങ്കിൽ ഈ വീട്ടിൽ നമ്മൾ ഇറങ്ങേണ്ടി വരുന്നു. ഇത്രയൊക്കെ ഒരു കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ട് ഈ വീടിന് വേണ്ടി ഇത്ര മാത്രം കഷ്ടപ്പെട്ടിട്ട് ആ അമ്മ അങ്ങനെയാണോ സംസാരിക്കേണ്ടത്? നീ വെറുതെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന കണ്ട നിനക്ക് പറ്റിയെങ്കിൽ എടുത്തതാ. എന്നാലേ ഒരാൾ ഉപയോഗിക്കുന്ന ഒരു പരിധിയുണ്ട്. മറ്റാർക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന വിചാരം. ഇനി അതും കൂടി അങ്ങ് തന്നേക്കാം, അതേ ഉള്ളൂ. ഇനി ഇതും കൂടിയേ ഉള്ളൂ, കൊണ്ട് കൊടുത്തേക്ക്. കയ്യിൽ 5 പൈസ ഇല്ലാണ്ടാവും, മനസ്സിലായിക്കോളും നിങ്ങളുടെ അമ്മേന്റെയും കൂടെ പറപ്പുകളുടെ ഒക്കെ തനി സ്വരൂപം. ഇതെന്താ നേരത്തെ വന്നിരിക്കുന്നത്? ഇതെന്താണ് നീ ഒന്നും പറയാത്തത്? എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മനുഷ്യൻ ക്ഷമിക്കുന്ന ഒരു പരിധിയില്ലേ? ഇത്ര സിൻസിയറായിട്ട് വർക്ക് ചെയ്തിട്ട് എല്ലാവരും കൊണ്ട് തലയിൽ കയറാൻ വരിക. ഇങ്ങനെയുണ്ട് ഒരു കമ്പനി. ഇവര് വിചാരം ഇത് മാത്രമുള്ള ലോകത്ത്. നീ എന്തൊക്കെയാ പറയുന്നത്? മര്യാദക്കൊന്നും രാവിലെ ജോലിക്ക് പോയതല്ലേ, ഇപ്പൊ നീ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ റിസൈൻ ചെയ്തു. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സോൾവ് ചെയ്ത് പിടിച്ച് നിൽക്കല്ലേ വേണ്ടത്, അല്ലാതെ റിസൈൻ ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വരിക. ഇനി ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കാനുണ്ട്. അമ്മ പറയുന്നല്ലോ അവിടെ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. ഇത് കുറെ കാലമായി തുടങ്ങിയിട്ട്. പിന്നെ ഞാൻ ഈ വീട് തോരെ കാര്യങ്ങൾ ഓർത്തിട്ട് അവിടെ നിന്നുള്ളൂ. ഇനി എന്തായാലും എനിക്ക് വയ്യ. ഇത്രയും കാലം ഞാൻ ജോലി ചെയ്തില്ലേ, ഇനിയിപ്പോ 2-3 മാസം വീടിരുന്ന ഒരു കുഴപ്പമില്ല. ഞാൻ എന്തായാലും ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. എനിക്കിനി ഇങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. നീ എന്ത് തുടങ്ങാൻ വിചാരിച്ചിട്ടാ? നിന്റെ കയ്യിൽ പൈസ ഉണ്ടോ? അവളുടെ സ്വർണം മുഴുവനും കൊണ്ട് പണയം വെച്ച് ഇതപ്പൊ ജോലി റിസൈൻ ചെയ്തു. ഇനി എങ്ങനെ തുടങ്ങാനാ? ഇത്രയും കാലം ഞാൻ വർക്ക് ചെയ്തില്ലേ, ഇനിയിപ്പോ 2-3 മാസം വീടിരുന്ന ഒരു കുഴപ്പമില്ല. ഞാനൊരു ഫർണിച്ചർ ഷോപ്പ് തുടങ്ങാൻ തീരുമാനിച്ചു. എന്തായാലും ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റൂല. ഞാൻ എന്റെ പെങ്ങന്മാർക്ക് സൂര്യനൊക്കെ ഒരുപാട് കൊടുത്തല്ലേ. അമ്മയൊന്ന് അവരോട് പറ എന്നെ സഹായിക്കാൻ. പിന്നെ നീ സഹായിക്കണം പറയുമ്പോഴേക്കും എല്ലാവരും കയ്യിൽ പൈസയും വെച്ച് നിൽക്കുകയുള്ളൂ നിന്നെ സഹായിക്കാൻ. എല്ലാവരും കുട്ടിയും കുടുംബമുള്ള ആൾക്കാരാ. ഞാൻ ഒറ്റത്തടിയെ നടക്കുന്നവരിവിടെ ആരും ഇല്ല. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ലോ, എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടല്ലേ. ഞാൻ ഒരുപാട് അവരെ സഹായിച്ചല്ലേ. അപ്പൊ എനിക്ക് ഇങ്ങനെ ആവശ്യം വരുമ്പോ അവരല്ലേ എന്റെ കൂടെ നിൽക്കേണ്ടത്. ഇവർക്ക് ഞാൻ കൊടുത്തിട്ടുള്ളൂ, ഒരു രൂപ പോലും ഞാൻ തിരിച്ചു വെച്ചിട്ടില്ല. എന്റെ കയ്യിൽ അതിന്റെ കണക്കുമില്ല. അമ്മ ഒരു കാര്യം ചെയ്തോ, അവരെ കയ്യിൽ നിന്ന് വാങ്ങി തരുന്ന പൈസന്റെ കണക്കേ അമ്മ എഴുതി വെച്ചോ, ഞാൻ തിരിച്ചു കൊടുത്തോളാം. നീ തിരിച്ചു കൊടുക്കുന്ന എന്ത് ഉറപ്പാ ഉള്ളത്? ഈ ഫർണിച്ചർ പറഞ്ഞ നാട് മുഴുവനും ഉണ്ട്. കച്ചവടം പൊളിഞ്ഞു പോയാലോ നീ എങ്ങനെ കൊടുക്കും? നീ 2-3 മാസം വെറുതെ ഇരുന്നാലും വേണ്ടില്ല, എവിടെയെങ്കിലും ഒക്കെ അന്വേഷിച്ചിട്ട് ജോലി കണ്ടുപിടിക്കാൻ നോക്ക്. കച്ചവടമൊന്നും വേണ്ട. പിന്നെതാ നിന്റെ ജോലി പോയ കാര്യം ഞാൻ അറിഞ്ഞതറിഞ്ഞു. നിന്റെ പെങ്ങന്മാരോടോ സൂരജിനോടോ പറയാൻ നിൽക്കണ്ട. നിനക്ക് പിന്നെ ഈ വീട്ടിൽ ഒരു വിലയുണ്ടാവില്ല. എന്നാ പിന്നെ അമ്മ അവരെ കാര്യം വിട്ടേക്ക്. അമ്മയ്ക്ക് എന്നെ സഹായിച്ചൂടെ? ഞാൻ സഹായിക്കാനോ? ഞാൻ എങ്ങനെ സഹായിക്കേ? അമ്മ നമ്മുടെ സ്ഥലല്ലേ, അതിലിപ്പോ എന്തായാലും എനിക്ക് വരാനുള്ള ഷെയർ ഉണ്ടല്ലോ, അതമ്മ എന്റെ പേരിൽ എഴുതിതാ, ഞാൻ എന്തായാലും ചെയ്തോളാം അത് വെച്ചിട്ട്. സ്ഥലോ? മോനെ നീ അത് വിചാരിച്ച് കളിക്കണ്ട.
ഈ ജോലിയും കൂലില്ലാത്ത സമയത്ത് ആ സ്ഥലവും കൂടി നിൽക്കുന്ന അതും കൂടി വിറ്റ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇപ്പൊ ശരിയാവില്ല. ഭാഗം വാങ്ങുമ്പോൾ നിന്റെ ഭാഗം നിന്റെ കയ്യിൽ തരും. അതുവരെ എന്റെ പേര് കിടക്കട്ടെ അവിടെ. നല്ല അമ്മ. അപ്പൊ അമ്മേന്റെ ഈ ബാക്കി 3 മക്കൾ മാത്രമേ കുടുംബം കൂട്ടിലൊക്കെ ഉള്ളൂ അല്ലേ? എനിക്കതൊന്നുമില്ല. എന്റെ കയ്യിൽ നിന്ന് പൈസ വേണ്ടി അവർക്ക് കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് ചിന്തയൊന്നുമില്ലായിരുന്നോ? എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഓരോന്ന് ചെയ്യിപ്പിക്കുമ്പോ എനിക്കൊരു കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ടെന്നുള്ള കാര്യം അമ്മ മറന്നുപോയോ? എന്നെ കൊണ്ട് ലീവ് എടുപ്പിച്ചിട്ട് അമ്മ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിച്ചില്ലേ? അവർക്ക് ജോലി കിട്ടിയപ്പോഴല്ലേ അമ്മയ്ക്ക് സമാധാനമായത്? എന്റെ ജോലി പോയി കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല അല്ലേ? ഇന്ന് വൈകുന്നേരേ നമുക്കൊരു പാർട്ടി കൊടുക്കാണ് കേട്ടോ. ഞാൻ എന്റെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നിനക്ക് ആരെങ്കിലും വിളിക്കണമെങ്കിൽ നീയും വിളിച്ചോ. പാർട്ടിയോ? ഈ ജോലിയും പോയിട്ട് വന്ന് എന്തിന്റെ പേരില പാർട്ടി കൊടുക്കുന്നത്? വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനേ എന്റെ ജോലി പോയിട്ടൊന്നുമില്ല. എനിക്ക് പ്രൊമോഷൻ കിട്ടിയതാ. അതിനൊരു പാർട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചിരിക്കുന്നത്. ഞാൻ എന്തിനതൊക്കെ പറഞ്ഞെന്നറിയോ? നിങ്ങളെല്ലാവരും എനിക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാ. നിങ്ങളൊക്കെ എനിക്കൊരു പ്രശ്നം വരുമ്പോ എന്റെ കൂടെ നിൽക്കില്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിപ്പോ എനിക്ക് എന്തായാലും മനസ്സിലായി. നീ വാ, റെഡിയാവും. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. നമുക്ക് പെട്ടെന്ന് പോകണം.